എന്തെങ്കിലും ചെയ്യൂ. ഓയ് മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, കരയുന്ന ഒന്ന് നിർത്ത്. ഇത് പേഴ്സണാലിറ്റി ചേഞ്ചിങ് ഗൺ. ഇതുകൊണ്ട് ആരെയെങ്കിലും വെടിവെച്ചാൽ അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ആയി പോവും. അതുകൊണ്ട് തന്നെ ചായക്കടക്കാരൻ നിങ്ങൾക്ക് ചായ, സമൂസ ഒന്നും തരുന്നില്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് അയാളത് തരും. പേഴ്സണാലിറ്റിയുടെ കൂടെ അയാളുടെ വസ്ത്രവും മാറി വേറെയാവും. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു വെരി മച്ച്. ആ വന്നാലും വന്നാലും മോട്ടു പത്ലു, ഇവിടെ വന്നിരുന്നാലും വന്നോളൂ, ഇരുന്നോളൂ. ആ എനിക്കറിയാമായിരുന്നു നിങ്ങൾ തീർച്ചയായും വരുമെന്ന്. പത്ലു, ഇനി നമ്മൾ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മോട്ടു, എനിക്ക് ഈ നെല്ലിൽ എന്തോ കല്ല് കടിക്കുന്നുണ്ട്. മോട്ടു പത്ലു, സ്മൈൽ പ്ലീസ്. ഈ മോട്ടും പത്ലും എവിടെ പോയി? അവരെന്റെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ അവരെ സമോസ തീറ്റിക്കും. എവിടെ പോയി? മോട്ടു, താഴെ ബോക്സർ ഉണ്ട്. പുള്ളിയുടെ മേലിൽ വീണ നമ്മൾ അപ്പൊ തന്നെ മുകളിലേക്ക് തിരിച്ചു വരും. ഡയറക്ഷൻ ചേഞ്ച് ചെയ്തോ വേഗം. നമുക്ക് വേറെ ഡയറക്ഷനിൽ പോകുന്നത് നല്ലത്. ആ ബോക്സർ താഴെയുണ്ട്. മോട്ടു പത്ലു, ഇനി നിങ്ങൾ സെലക്ട് ചെയ്ത കുറച്ച് സോങ്സ് കേക്ക്. ഇരുന്ന് കേക്ക്. ഈ തോക്ക് കാരണം ബോക്സറേട്ടന്റെ മുഴുവൻ പേഴ്സണാലിറ്റി മാറിപ്പോയി. ഇയാൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാ നമുക്ക് നല്ലത്. ബോക്സർ ചേട്ടാ, പാട്ടൊന്നും നിർത്ത്. നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ എത്ര വേണമെങ്കിലും തല്ലിക്കോ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിലും ഭേദം ഞങ്ങളെ ഇടിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോകാൻ കഴിയില്ല. എന്റെ പാട്ട് മൊത്തം കേട്ടിട്ട് പോടാ. നിക്കടാ അവിടെ. എന്റെ മോട്ടോ, ഈ ഗണ്ണിന്റെ ശക്തി കിളികളിലും ഫലിച്ചു തുടങ്ങി. നീ ആ ട്രിഗറിൽ നിന്നും കൈയെടുക്ക. എന്റെ അമ്മോ, ഇന്നത്തെ ദിവസം എനിക്ക് ദൈവം വാരി കോരി തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 അരകിലാണ് അയച്ചു തന്നിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം എന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്ക്. അതാ നല്ലത്. വേഗം 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 വേഗം. മോട്ടു, നീ ഇയാളുടെ പേഴ്സണാലിറ്റിയും ചേഞ്ച് ചെയ്തോ? ചിങ്കം സാറ്, ഞങ്ങളുടെ പോക്കറ്റ് കാലിയാ, അതുപോലെ കാലി വയറുവാ. പക്ഷെ ഉള്ളത് വെറും വിശപ്പ് മാത്രവും. എന്തെങ്കിലും തരുവോ? നീ എന്തെന്നെ മണ്ടനാക്കാൻ ശ്രമിക്കുകയാണോ? അകത്തൊന്നും ഇല്ലേ? അകത്തൊന്നും കാണുന്നില്ലല്ലോ. കാലി പോക്കറ്റായി കറങ്ങി നടക്കാണ്. നിങ്ങൾക്കൊന്നും നാണല്ലോ. ഓയ്
ബസീട്ട എന്റെ ചങ്കേ ഒന്ന് മതിയാക്ക്. മുറ്റമടിച്ചതൊക്കെ മതിയാക്ക്. വാ നമുക്ക് പോയി നോക്കാം. മോട്ടുവും പത്തിലും പേഴ്സണാലിറ്റി കണ്ണ് ഉപയോഗിച്ച് ആ ചായക്കടക്കാരന്റെ പണി കൊടുത്തിട്ടുണ്ടോ എന്ന്. മോട്ടു പത്തിലും എവിടെയാ? എന്റെ പാട്ട് മൊത്തം കേൾക്കാതെ അമ്മാരി പോയി കളഞ്ഞു. ഞാൻ അമ്മരെ വെറുതെ വിടില്ല. ഓയ് നിങ്ങൾ എന്നോട്ടാ പാട്ടൊക്കെ പാടാൻ തുടങ്ങിയത്? അറിയില്ല. പഴയ ജന്മത്തിൽ ഞാൻ ഒരു പാട്ടുകാരനായിരുന്നു. നിങ്ങളും കേൾക്കണം. എന്റെ അത്തിപ്പോറപ്പറ്റി ഞാനിതാ ഭൂമിയിലേക്ക് വരുന്നേ. എന്റെ അമ്മ എന്റെ മീതെ വന്ന് വിഴാൻ നോക്കുകയാണോ? കയ്യിലുള്ളതൊക്കെ വേഗം എടുക്കാൻ നോക്ക്. വേഗം 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 വേഗം. ഓ ഈ മോട്ടുപത്തിലും എല്ലാവരുടെയും പേഴ്സണാലിറ്റി ചേഞ്ച് ആക്കിയെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ എന്താവുമോ ആവോ? സാറേ പൊന്നു സാറേ ഒരു മിനിറ്റ് ഒന്ന് നിന്നേ. ഞാൻ വിചാരിച്ചു ഈ ബാങ്ക് മോഷ്ടിക്കുന്നതൊക്കെ വലിയ കാര്യമാണെന്ന്. പക്ഷെ അതൊക്കെ തകർക്കാൻ ഈ ചിങ്കം വന്നിരിക്കുന്നത് കണ്ടില്ലേ? ബാത്ത് ബാത്ത് എന്ത് നല്ല തവിതയാ. കവിതയ്ക്കുണ്ടായവന് ഓ ഞാൻ എന്തിനാ ഇവനെ പോലെ സംസാരിക്കുന്നത്? കവിതയ്ക്കുണ്ടായവന് കവിതയുടെ കാര്യമൊക്കെ വിട്ട് ഓടറാ. സാർ സാർ പ്ലീസ് എന്നെ കൂട്ടിക്കൊണ്ട് പോണേ. ഞാൻ വളരെ നന്നായിട്ട് ജോലി ചെയ്യും. സാർ പ്ലീസ് ഒന്ന് നിക്കണേ. എന്നെ കൂട്ടിക്കൊണ്ട് പോ. ഏയ് നിക്കാൻ. ഏയ് വണ്ടി നിർത്ത്. ഒരു അവസരം സാർ, ഒരേ ഒരു അവസരം തന്നാൽ മതി. നിങ്ങളുടെ ഗ്യാങ്ങിൽ എന്നെയും ചേർത്താൽ ഞാൻ എന്ത് ജോലിയും ചെയ്തോളാം. ബോസ് ബോസ് എനിക്ക് തോന്നുന്നത് ചിങ്കത്തിന് എന്തോ മാറ്റം വന്നിട്ടുണ്ടെന്നാ. പോലീസിന് പകരം അവൻ കള്ളനായെന്ന് തോന്നുന്നു. നമുക്ക് അവനൊരു ജോലി ഏൽപ്പിച്ച് പരീക്ഷിച്ചു നോക്കിയാലോ? നീ പറഞ്ഞത് സത്യമാണ് നമ്പർ 1. മോട്ടും പത്തിലും നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ചിങ്കം പോയി അവരെ അറിയിച്ചേക്ക്. അവരോട് സഹായം അടുത്തിരിക്കുന്നെന്ന്. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ലൊരു കവിത. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ആ മോട്ടുവിനെയും പത്തിലുവിനെയും ഇടിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവരണം. താങ്ക് യു ബോസ് പറഞ്ഞ പണി ഞാൻ ഇപ്പൊ തന്നെ തീർത്തോളാം. ഏയ് പഴിമാറ്. ഹലോ ഹലോ മോട്ടുപത്തിലു, ജീവനം കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിക്കോ. ആ ചിങ്കോൺ ഡോണും ബോക്സറും നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയാ. നിങ്ങളെ എങ്ങനെ അവരുടെ കയ്യിൽ കിട്ടിയാല് പിന്നെ ആർക്കും നിങ്ങളെ രക്ഷിക്കാനാവില്ല. മോട്ടു വേഗം പോകാം ഇവിടുന്ന്. എല്ലാ സൈന്യവും നമ്മുടെ പുറകിലുണ്ട്. എന്റെ മോട്ടു പത്ലു കൂട്ടുകാരെ എവിടെ പോയി ഇത്രയും നാളും? വരൂ വരൂ സമോസ വന്ന് കഴിക്കൂ. ഞാൻ രണ്ടാൾക്കും സമോസ തരാം. വേണ്ട വേണ്ട, വീണ്ടും പറപ്പിക്കാനാണോ? എന്റെ മോട്ടു ചായക്കട ചേട്ടന്റെ പേഴ്സണാലിറ്റിയും ചേഞ്ച് ആയിരിക്കുക. കണ്ടില്ലേ എത്ര സ്നേഹത്തോടെ സമൂസ തരുന്നേന്ന്. അയാളുടെ ഡ്രസ്സ് വരെ മാറിപ്പോയി. ഫ്രീ സമൂസ. ഓ ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ഇത്രയൊക്കെ ചെയ്തത്. കഴിച്ചോ കഴിച്ചോ, നല്ലോണം കഴിച്ചോ. മോട്ടു ഓടിക്കോ, ആൾക്കാര് വരുന്നുണ്ട്. സമൂസ പിന്നെയും കഴിക്കാം. എന്താ ഈ പറയുന്നേ? നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സമോസ കഴിക്കാതെ വിടുന്ന് പറഞ്ഞയക്കുന്ന പ്രശ്നമേ ഇല്ല. മതിയാക്ക്.
എനിക്ക് തിന്നാൻ വയ്യേ. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ തന്നോണ്ടിരുന്നോളൂ. മോട്ടു അവരിങ് അടുത്തെത്തി കഴിഞ്ഞു. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ചെയ്യൂ. ഇത്രയധികം സമൂസ കഴിച്ചിട്ടും വേറും വയറാണെന്നാ പറയുന്നേ. ഐഡിയ, കയറ് വേഗം പൊട്ടിക്ക്, എന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാം. വേഗം. അതെ, നിക്ക്. എവിടെ പോവുക? ഈ സമോസ തിന്നാനും ഞാൻ നിങ്ങളെ പറഞ്ഞു വിടാൻ പോകുന്നില്ല. ആഹാ, ഈ സമോസ തിന്നേച്ചു പോ. മോട്ടു പത്ലു നിക്കടാ, എന്റെ പാട്ട് കേട്ടിട്ട് പോടാ. അവിടെ നിക്ക്, എന്റെ തല്ല് വാങ്ങിക്ക്. ആ, നിക്കടാ അവിടെ. ഡോക്ടർ ജഗ്ഗയ്ക്ക് ഫോൺ ചെയ്യാം. ഹലോ വലിയേട്ടാ, രക്ഷിക്കൂ. ഞങ്ങളുടെ പുറകിൽ ഒരു പട്ടാളം തന്നെ ഉണ്ട്. അവരുടെ പേഴ്സണാലിറ്റി തിരിച്ച് പഴയതുപോലെ എപ്പോഴാവോ? ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കും മോട്ടു. എല്ലാം 1 മാസത്തിനുള്ളിൽ ശരിയായിക്കൊള്ളും. ഓക്കെ, 1 മാസമേ ഉള്ളൂ. 1 മാസം. Watch India's largest kids library only on Jio Hotstar. Download the app now.